ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളുടെ പുനരാഖ്യാനം. ചരിത്ര താളുകളിലൂടെ അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൻ്റെ സമ്പന്നവും പരിവർത്തനാത്മകവുമായ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഈ അറിവിൻ്റെ യാത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ ഉപദ്വീപ് എല്ലാവിധ തിന്മകളുടെയും കേന്ദ്രമായിരുന്നു. മദ്യവും ചൂതാട്ടവും വ്യഭിചാരവും രക്തച്ചൊരിച്ചിലും തുടങ്ങി തിന്മയുടെ ലോകത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയായിരുന്നു അന്നത്തെ അറേബ്യ. ഗോത്രമഹിമയുടെ പേരിൽ മനുഷ്യർ പരസ്പരം മേന്മ നടിക്കുകയും നിരാലംബരായ ജനങ്ങളെ അടിമകളാക്കുകയും അവരുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. സ്ത്രീകൾക്ക് സ്വത്തവകാശമോ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളോ ഇല്ലാതെ വെറും ഉപഭോഗ വസ്തു മാത്രമായി പരിഗണിച്ചിരുന്ന ആ കാലത്ത് അവർക്ക് പെൺകുഞ്ഞ് പിറന്നാൽ ലജ്ജ കൊണ്ട് മുഖം താഴ്ത്തി നടക്കുമായിരുന്നു. സ്വന്തം രക്തത്തിൽ പിറന്ന പെൺമക്കളെ ജീവനോടെ കുഴിച്ചുമൂടുക എന്നത് അവർക്കിടയിൽ നിത്യസംഭവമായിരുന്നു. ഇങ്ങനെ അന്ധകാരത്തിൻ്റെ പടുകുഴിയിൽ കിടന്നിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് സത്യത്തിൻ്റെയും നീതിയുടെയും സഹാനുഭൂതിയുടെയും സന്ദേശവാഹകനായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നത്. പിന്നീടുള്ള 23 വർഷം കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ പരിവർത്തനത്തിൻ്റെ ഉത്തുംഗതയിലേക്ക് കൈപിടിച്ച് ആനയിക്കുകയായിരുന്നു. ശിശുഹത്യ നടത്തിയിരുന്ന ആ സമൂഹത്തോട് 2 പെൺമക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് വിവാഹം കഴിപ്പിച്ചയച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന് മുഹമ്മദ് നബി ഉണർത്തി. മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപ് പെൺമക്കളെ കുഴിച്ചു മൂടിയ ചിലർ പിന്നീട് കുറ്റബോധം കൊണ്ട് മുഹമ്മദ് നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് അവർ ചെയ്തു പോയ ക്രൂരതയോർത്ത് തേങ്ങിക്കരഞ്ഞു. മാതാവിൻ്റെ കാൽപാദങ്ങൾക്കടിയിലാണ് സ്വർഗമെന്ന് പറയുന്നതിലൂടെ സ്ത്രീത്വത്തിന് വലിയ അംഗീകാരമാണ് ഇസ്ലാം നൽകിയത്. പരസ്പരം സംഘട്ടനത്തിലേർപ്പെട്ടിരുന്ന ഗോത്രവിഭാഗങ്ങളെ വിശ്വാസത്തിൻ്റെ വെളിച്ചം കൊണ്ട് സ്ഫുടം ചെയ്തെടുത്ത് പരസ്പരം സ്നേഹിക്കുന്നതുവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് അവരെ താക്കീത് ചെയ്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്യം എല്ലാ തിന്മയുടെയും മാതാവാണെന്നും അത് ഉപേക്ഷിക്കണമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉണർത്തിയപ്പോൾ ആ സമൂഹം പടിപടിയായി അതിൽ നിന്നും മുക്തി നേടി. വ്യഭിചാരം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരുന്ന ആ സമൂഹത്തെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ അങ്ങോട്ട് അടുക്കുക പോലും ചെയ്യല്ലേ എന്ന് ഉപദേശിച്ചുകൊണ്ട് അവരെ സന്മാർഗത്തിലേക്ക് പരിവർത്തിപ്പിച്ചെടുത്തു. മതവും രാഷ്ട്രീയവും സംയോജിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വലിയ വിപ്ലവം നടത്തിയ മറ്റൊരു നേതാവോ ഭരണാധികാരിയോ ഇന്നേ വരെ ലോകത്ത് കടന്നുപോയിട്ടില്ല. അതുകൊണ്ടാണ് ലോക ചരിത്രത്തെക്കുറിച്ച് ആഴത്തിൽ ഗവേഷണം നടത്തിയ മൈക്കിൾ എച്ച് ഹേർട്ട് അദ്ദേഹത്തിൻ്റെ ദി 100 എന്ന പുസ്തകത്തിൽ ഇസ്ലാമിക വിപ്ലവത്തെയും അതിൻ്റെ സാരഥിയായ മുഹമ്മദ് നബിയെയും ഒന്നാമതായി പരാമർശിച്ചത്. 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ അറേബ്യൻ സമൂഹത്തെ അന്ധകാരത്തിൽ നിന്നും മോചിപ്പിച്ചെടുക്കാൻ ചെറിയ ത്യാഗമൊന്നുമല്ല മുഹമ്മദ് നബിയും അനുയായികളും സഹിക്കേണ്ടി വന്നത്. എന്നാൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർക്ക് വഴികാട്ടിയായി പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ജിബ്രീൽ മാലാഖ വഴി അവതീർണമായിക്കൊണ്ടിരുന്നു. അങ്ങനെ മുഹമ്മദ് നബിയും അനുയായികളും ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ ഉൾക്കൊള്ളുകയും ഖുർആനിൻ്റെ ജീവൽ പതിപ്പായി മാറുകയും ചെയ്തപ്പോൾ അവർക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിഞ്ഞു. പ്രവാചക ചരിത്രത്തോടൊപ്പം പോരാട്ട ചരിത്രവും 4 ഖലീഫമാരുടെ ഭരണകാലഘട്ടവും ഖുർആൻ ക്രോഡീകരണവും തുടങ്ങി ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന സംഭവ വികാസങ്ങളെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായി പ്രതിപാദിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഈ ചരിത്ര പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളുടെ പുനരാഖ്യാനം. ചരിത്ര താളുകളിലൂടെ